പക്കാ നീറ്റ് വണ്ടി. മേജർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? 2,70,000 കൊടുക്കാം. 270. കിലോമീറ്റർ വെറും 37,000 കിലോമീറ്റർ കേട്ടോ. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? ഇത് 79,000 കൊടുക്കാം. 79,000 രൂപ. 50 സംതിങ് കിലോമീറ്റർ. അപ്പോൾ അതിൻ്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? ഇത് 2,40,000 കൊടുക്കാം. 2,40,000 റുപ്പീസ് നെറ്റ് പ്രൈസിംഗ് ആയിട്ട് കൊടുക്കാം. ഓക്കെ. GLS സിംഗിൾ ഓണർഷിപ്പ് 77,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ്. അതെ. ഓക്കെ. ഇത് ZXi ഓപ്ഷനാണ്. ZXi ആണ്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ സെക്കൻഡ് ചോയ്സിലാണ്. ലൊക്കേഷൻ വരെ തിരുവനന്തപുരം കഴക്കൂട്ടം കുളത്തൂരാണ്. നമ്മുടെ രാജേഷേട്ടനോട് ചേട്ടാ സ്വാഗതം. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ആയിട്ട് പുതിയ കുറച്ച് കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടല്ലേ? കുറച്ച് കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ചോയ്സിൽ നമുക്ക് എല്ലാം അറിയാം, അത്യാവശ്യം നല്ല വിലക്കുറവിൽ നല്ല ക്വാളിറ്റി വണ്ടികൾ, ഇപ്പം നല്ല ഹൈ ക്വാളിറ്റി വണ്ടി നിങ്ങൾക്ക് മാക്സിമം വിലക്കുറവ് വാങ്ങിക്കുന്ന സ്ഥാപനമാണ്. രാജേഷേട്ടൻ നമ്മുടെ ലോൺ സ്റ്റാർട്ട് ചെയ്യുന്നതിനിപ്പം ഇയറിൻ്റെ എങ്ങനെയാണ്? നമ്മൾ 2013 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 13 തൊട്ട് ചെയ്യുന്നുണ്ട്. അതെ. ഓക്കെ. വാറണ്ടി വന്നിട്ട് നമ്മൾ 2016 ഇനി മുതൽ 17 വാറണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ലൊക്കേഷൻ വന്നപ്പോൾ തിരുവനന്തപുരം കഴക്കൂട്ടം കുളത്തൂർ. അവരുടെ നമ്പർ സ്ക്രീനിൽ കാണിക്കാം. അതുപോലെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനലിലേക്ക് ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ രാജേട്ടാ, നമ്മുടെ ഫസ്റ്റ് വണ്ടി ടാറ്റ ഇൻഡിഗോ, പക്ഷേ നല്ല ക്ലീൻ വണ്ടിയാണല്ലേ? ക്ലീൻ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ്. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് 2011 മോഡൽ. CR4 എഞ്ചിനിൽ നിൽക്കുന്നു. അതായത് ലാസ്റ്റ് ഇൻഡിഗോയുടെ ലാസ്റ്റ്. ഓക്കെ. ടയർ നാലും പുത്തൻ ടയർ അല്ലേ? പുത്തൻ ടയർ. ഓക്കെ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ ഏകദേശം 50,000 കിലോമീറ്റർ ഉള്ളൂ. NHA ക്ലസ്റ്ററിൽ ഡിജിറ്റൽ മാഞ്ഞിരിക്കുകയാണ്. എന്നുവെച്ചാൽ 35 വരെ ട്രാക്ക് റെക്കോർഡ് കയ്യിലുണ്ട്. ഒരു അപ്പൂപ്പിനെ ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ്. അതിൽ കൂടുതൽ ഒട്ടും ഓടത്തില്ല. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ? ഇതിനകത്ത് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒരു പവറിൻ്റെ ഒന്നും വർക്ക് ചെയ്യുന്നില്ല, അത്രയും മാത്രമേ ഉള്ളൂ. ബാക്കി AC വർക്കിംഗ്, പവർ സ്റ്റിയറിംഗ് വർക്കിംഗ്, പവറിൻ്റെ വർക്കിംഗ്, ബാക്കി എല്ലാം ക്ലീൻ ആണ്. ഇന്റീരിയർ ആ സീറ്റ് കവർ എടുത്ത് കഴിഞ്ഞാൽ അത് ഫാബ്രിക് കവർ എടുക്കുന്ന കേട്ടോ. കാരണം പക്ഷേ നീറ്റാണ് കേട്ടോ. അത് അങ്ങനെ കവർക്ക് അങ്ങനെ ഇരിപ്പുണ്ട്. അതിനകത്ത് ഫോർഡർ പവറുണ്ട്, AC പോസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ല വണ്ടിയല്ലേ? ഓണർഷിപ്പ് അല്ലേ? ഇങ്ങനത്തെ ഓണർഷിപ്പ്. ഈ ക്ലിയർ റൂഫിൽ അവിടെ രണ്ടിടത്തുനിന്ന് പൊളിഞ്ഞു പോയിട്ട് ചെറിയ പെയിന്റിംഗ് വർക്ക് ഉണ്ടെന്ന് മാത്രമേ. ഈ പഴക്കത്തിൻ്റെതായ പ്രായമായിട്ടുള്ള ആൾ ഉപയോഗിച്ചതിൻ്റെതായി കുറച്ച്. ചേട്ടാ, കിലോമീറ്റർ ജനറൽ കിലോമീറ്റർ ആണല്ലോ. നിങ്ങൾ ഇതിൻ്റെ എഞ്ചിൻ റൂം നോക്കുന്നേ ഒക്കെ നീറ്റാണ്. നോക്കും, ഒരു പുത്തൻ വണ്ടിയുടെ എഞ്ചിൻ റൂം ഇരിക്കുന്നോട്ടല്ലേ ഇരിക്കണേ. നീതി കൂടുതൽ നമുക്ക് എന്ത് പറയാൻ പറ്റുമോ? ക്ലീൻ കണ്ടീഷൻ റെക്കോർഡ് ഉണ്ടെന്നേ. അപ്പോൾ അതെങ്ങനെയാണ് പ്രൈസ്? ഇത് 79,000 കൊടുക്കുക. 79,000 രൂപ. 50 സംതിങ് കിലോമീറ്റർ. AC വർക്കിംഗ്, പവർ സ്റ്റിയറിംഗ് വർക്കിംഗ്, പവറിൻ്റെ ഒരു ബാക്കിൽ ഒരു പവറിൻ്റെ ഒഴിച്ചു ബാക്കി എല്ലാം വർക്കിംഗ്. ടയർ എല്ലാം ഫുൾ കണ്ടീഷൻ. വേറെ ഓടിക്കാനൊന്നും യാതൊരു പ്രശ്നം. പക്കാ കണ്ടീഷൻ. വാഗണർ വേണം. 2014 മോഡൽ. 14 സെക്കൻഡ് ഓണർഷിപ്പ് നിൽക്കുന്നു. ഓക്കെ. VXi ആണ് വേരിയന്റ്. ഓക്കെ. കിലോമീറ്റർ 77,000 കിലോമീറ്റർ ഓടി. സർവീസ് കമ്പനിയാണ് കേട്ടോ. ഇത് ഏകദേശം ഫസ്റ്റ് ഓണർ, സെക്കൻഡ് ഓണർ, ഫസ്റ്റ് ഓണർ വരെ കമ്പനി സർവീസ്. ലാസ്റ്റ് സർവീസ് ഒന്നും കമ്പനിയിലല്ല. ഓക്കെ. ഒരു ടൈൽ ലാമ്പ് ചെറിയ ക്രാക്ക് ഉണ്ട്. ടയർ 4 ഫുൾ കണ്ടീഷനാണ്. ടൈൽ ലാമ്പ് ചെറിയ ക്രാക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ. KL02 കൊല്ലം വണ്ടിയാണ്. കൊല്ലം വണ്ടി. മൈനൂർ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അങ്ങനെ പറഞ്ഞിട്ട് വന്നിട്ട് ടയർ കണ്ടീഷൻ ഒരു 80% ടയർ ഉണ്ടാവും കേട്ടോ. അതെ, 4 കുഴപ്പമില്ല. ഫ്രണ്ടിൽ കുറച്ച് കുറവാണ്, 70. ഫ്രണ്ടിൽ ബാക്കിൽ 80% ഉണ്ട്. സീറ്റ് ഫാബ്രിക്കാണ്, പക്ഷേ നല്ല മെയിൻറ്റെയിൻ ആണ്, നീറ്റ് ആയിരിക്കുന്നുണ്ട്. ഇതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. AC, ഫോർഡർ പവറുണ്ട്, പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ വാഗണർ 2014 VXi. വേറെ മേജർ റീപ്ലേസ്മെന്റ് ഒന്ന് ഗ്ലാസ് ഉണ്ട്, ബോണറ്റ് ഉണ്ടോ? ഇത് 2 റീപ്ലേസ്മെന്റ്. ചെറിയ ഇമ്പാക്ട് ഉണ്ടായിരിക്കും. അതെ. ഓക്കെ. അപ്പോൾ അതിന്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? ഇത് 2,40,000 കൊടുക്കാം. 2,40,000 റുപ്പീസ് നെറ്റ് പ്രൈസിംഗ് ആയിട്ട് കൊടുക്കാം. ഓക്കെ. ഫിനാൻസ് എങ്ങനെയാണ് ചേട്ടാ? ഓൾമോസ്റ്റ് ഇത് 2014 2.25 വരെ ഫിനാൻസ് എടുക്കാം. ഹോണ്ട അമേസ് 2014 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. 1,20,000 കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് ആണ്. ഓക്കെ. ഡീസലാണ് പെട്രോൾ ആണ്. S എന്ന് പറഞ്ഞ വേരിയന്റ്. പെട്രോൾ മാനുവൽ. ഓക്കെ. ഒരു ടൈലാമ്പ് ചെറിയ ക്രാക്ക് ഉണ്ട്. ചെറിയ മൈനോട്ട് 2 സ്ക്രാച്ചസ് ഒഴിച്ചാൽ വണ്ടി എല്ലാം പക്ക. ഫ്രണ്ടിൽ പുത്തനുണ്ട്, ബാക്കിൽ ആവറേജ് ടയർ. അതെ. ഓക്കെ. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, നീറ്റാണ് കേട്ടോ. അതിനകത്ത് ഇൻബിൽറ്റ് സീറ്റ് വരുന്നുണ്ട്, AC വരുന്നുണ്ട്, ഫോർഡർ പവറിന്റെ പവർ സ്റ്റിയറിംഗ്, സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ബോണറ്റിൽ ചെറിയൊരു പെയിന്റിങ്ങിന്റെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അത് ഒരു ക്ലെയിമിൽ ഒരു 25,000 റുപ്പീസിന്റെ. അതെ. അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ വേറെ മേജർ ആയിട്ടുള്ള ഇമ്പാക്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. എല്ലാം കമ്പനി സർവീസ് അല്ലേ? ഫുൾ കമ്പനി സർവീസ്. പക്കാ നീറ്റ് വണ്ടി. മേജർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? 2,70,000 കൊടുക്കാം. 270. ഫിനാൻസോ ഇത് ഓൾമോസ്റ്റ് 100% കൊടുക്കാൻ പറ്റും. ഫുൾ ഫിനാൻസ് കിട്ടും. നെക്സ്റ്റ് ഗ്രാൻഡ് ഐറ്റൺ 2019 മോഡൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ്. 80 ഗിയർ ബോക്സ് അല്ലേ? 80. ഓക്കെ. പെട്രോൾ ഓട്ടോമാറ്റിക് സ്പോർട്സ് എന്ന് പറഞ്ഞ വേരിയന്റ്. സ്പോർട്സ് ആണ്. 1.2 അലോയ്സ് ഒക്കെ വരുന്നുണ്ട്. വണ്ടി നീറ്റ് അല്ലേ? വണ്ടി നീറ്റ്. സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. നല്ല നീറ്റ് കണ്ടീഷൻ. ഒരു 80% ടയർ ഉണ്ട്. 80% ടയർ ഉണ്ട്. ഓക്കെ. ഇന്ത്യൻ കണ്ടീഷൻ. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, മെയിൻറ്റെയിൻ ആണ്, കുഴപ്പമില്ല. അതിനകത്ത് ഓട്ടോ ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, AC, ഫോർഡർ പവറിന്റെ പവർ സ്റ്റിയറിംഗ്, ABS, ഇലക്ട്രിക്കൽ മിറർ, റിവേഴ്സ് ക്യാമറ എല്ലാ സാധനവും വരുന്നുണ്ട്. സ്പോർട്സ് ആണെങ്കിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഓക്കെ.
ആസ്തയുടെ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമല്ല കേട്ടോ. ആസ്തയിൽ പുഷ്പത്തിനോടെ വരുന്നത് മാത്രമേ ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് അലോയ്സ് എല്ലാം വരുന്നുണ്ട്. ഓക്കെ. KL01 ട്രിവാൻഡ്രം രജിസ്റ്റർ വണ്ടികളാണ്. അപ്പോൾ എങ്ങനെ അതിൻ്റെ പ്രൈസ്? ഇത് നമുക്ക് 3,900 കൊടുക്കാം. 3,900. ഫിനാൻസോ? ഇത് ഓൾമോസ്റ്റ് 100% ഫിനാൻസും കൊടുക്കും. ഹോണ്ട ബ്രിയോ. എങ്ങനെ ഡീറ്റെയിൽസ്? 2013 മോഡല് എസ് വേരിയന്റ്, സിംഗിൾ ഓണർ. സിംഗിൾ ഓണർഷിപ്പാണ്. സിംഗിൾ ഓണർ, 51,000 കിലോമീറ്റർ, ഫുൾ കമ്പനി സർവീസിൽ നിൽക്കുന്നു. ഓക്കെ. മാനുവൽ അല്ലേ? മാനുവലാണ്. വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ടച്ചിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളൂ. 4 യോക്കോഹാമയുടെ ഫുൾ ത്രെഡ് ടയർ കിടക്കുന്നു. ഇന്റീരിയറെല്ലാം നല്ല ക്വാളിറ്റി വണ്ടി അല്ലേ? ക്വാളിറ്റി ഡെന്റോ കാര്യങ്ങളൊന്നുമില്ല, നീറ്റ് കണ്ടീഷൻ കേട്ടോ. സീറ്റ് ഫാബ്രിക് ആണ്, പക്ഷേ വെൽ മെയിൻറ്റൈൻഡ് ആണ്. അതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ, AC മാനുവലാണ്. സ്റ്റീയറിംഗ് മൗണ്ട് കൺട്രോൾസ്, ഫോർഡർ പവറിൻ്റെ വേർഷനും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ. ഒരാഴ്ചയായിട്ട് അതിൻ്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? അപ്പോൾ നമ്മുടെ ഇത് നമുക്ക് നെറ്റ് പ്രൈസിംഗ് ആയിട്ട് 2,50,000 കൊടുക്കാം. 2,50,000. അപ്പോൾ ഫിനാൻസ് എങ്ങനെ വരും? ഇത് ഓൾമോസ്റ്റ് നമുക്ക് 2,10 വരെ. ഓക്കെ. പക്ഷേ വണ്ടി ക്ലീൻ വണ്ടിയല്ലേ? നീറ്റ് വണ്ടി. അതുപോലെ KL01 ട്രിവാൻഡ്രം വണ്ടി. ഇനി വേറെ വർക്കോ കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല, മൈനൂട്ട് എൻ്റെ പോലും ഇല്ല. നീറ്റ് എല്ലാം തീർന്നു, എല്ലാം ക്ലിയർ ചെയ്തിരിക്കും. രാശിയുടെ നെക്സ്റ്റ് നമ്മുടെ സെലേരിയോ. 2016. ഓക്കെ. ഇത് ZXi ഓപ്ഷനാണ്. ZXi ആണ്. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ? ഇത് ഓണർഷിപ്പ് വന്നിട്ട് 3rd ആണ്. നമ്മൾ സെക്കൻഡ് ഓണർഷിപ്പിൽ തന്നെ കൊടുത്താണ്. 2 മാസം മുമ്പ് കൊടുത്തതാണ്. അവർക്ക് പുതിയ വണ്ടി അലോട്ട്മെന്റ് വന്നപ്പോൾ നമുക്ക് തന്നെ തിരിച്ചു അങ്ങനത്തെ ഓട്ടോമാറ്റിക് ആണല്ലേ? ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. ZXi AMT ഓപ്ഷനാണ്. ഹിൽ ഹോൾഡ് വരുന്ന മോഡലാണ്. ഡ്യുവൽ എയർ ബാഗ്, ABS എല്ലാം വരുന്നത്. ഓക്കെ. ZXi ഓട്ടോമാറ്റിക്. ടയർ കണ്ടീഷനിൽ ഒരു 70% ടയർ ഉണ്ട്. വേറെ മൈന്യൂട്ട് സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. അതെ. ലെഫ്റ്റ് സൈഡിൽ ഒരു ഡോർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. റീപ്ലേസ്മെന്റ് ഉണ്ടല്ലേ? നല്ല നീറ്റ് കണ്ടീഷൻ ആട്ടോ. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, നല്ല മെയിൻറ്റൈൻഡ് ആണ്. ഇതിനകത്ത് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. സ്റ്റീറിംഗ് മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ ഉണ്ടല്ലോ കേട്ടോ. റിവേഴ്സ് ക്യാമറ ഉണ്ട്. ഓക്കെ. ഫോർഡർ പവറുണ്ട്, പവർ സ്റ്റിയറിംഗ് എല്ലാം. കിലോമീറ്റർ വന്നിട്ട് 75,000 ആയിട്ടുണ്ട്. ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്. ഡ്യുവൽ എയർ ബാഗ്, ABS, ഇലക്ട്രിക്കൽ മോട്ടോർ എല്ലാം വരുന്നുണ്ട്. ZXi ഓപ്ഷനിലാണ്. ഹിൽ ഹോൾഡ് ഉണ്ട്. ഏറ്റവും 16 ഇതിനകത്ത് മാത്രമേ വരത്തുള്ളൂ. ഓക്കെ. 18 പോലുള്ള വണ്ടിക്ക് വരുന്നില്ല. ഹിൽ ഹോൾഡ് അസിൻ്റെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പക്ഷേ അലോയ്സ് വരുന്നില്ല എന്നേ ഉള്ളൂ. ബാക്കി വണ്ടി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ കേട്ടോ. ഡോറിൻ്റെ റീപ്ലേസ്മെന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് അതിൻ്റെ പ്രൈസ്? ഇതൊരു പ്രൈസ് 3,30 കൊടുക്കാം. 3,30. ഫിനാൻസോ? ഓൾമോസ്റ്റ് ഇത് നമുക്ക് ഒരു 290 വരെയൊക്കെ ഫിനാൻസ് എടുക്കാം. 290 വരെ ഫിനാൻസ് എടുക്കാം. സെലേരി ആകുമ്പോൾ ഓട്ടോമാറ്റിക് ആണെങ്കിൽ മൈലേജ് എന്തായാലും 18 മേലെ കിട്ടും. കാരണം സെലേരി മൈലേജ് ഉള്ള വെഹിക്കിളല്ലേ? അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടിയാണ്. 17 നല്ല ഹെവി വെഹിക്കിൾ 16 ഓട്ടോ മൈലേജ് ഉള്ള വണ്ടിയാണ്. രാശിയുടെ നെക്സ്റ്റ് സാൻഡ്രോ. 2012 GLS. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് സിംഗിൾ ഓണർ, 77,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണർഷിപ്പാണ്. സിംഗിൾ ഓണർഷിപ്പ്, കമ്പനി മെയിൻറ്റൈൻഡ് ആണ്. ഓക്കെ. ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ ഉണ്ട്. ചെറിയ 2-3 സ്ക്രാച്ചസ്, ഒരു ഡോറിൽ 2 ഡെന്റ് കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ടയറൊക്കെ നല്ല പുത്തൻ ടയറല്ലേ കേട്ടോ? 2 ടയർ ഫുൾ കണ്ടീഷൻ, 2 ടയർ ഫ്രണ്ടിൽ. ബാക്കിൽ 2 പുത്തൻ ടയർ കിടപ്പുണ്ട്. ഫ്രണ്ടിൽ ഇന്റീരിയറിലും നല്ല ക്വാളിറ്റി. പക്ഷേ ഫ്രണ്ടിൽ നല്ലൊരു 60% ടയറുണ്ട്. ഡോറൊക്കെ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട് അവിടെയൊക്കെ ആയിട്ട്. ഓക്കെ. ഇന്റീരിയർ സീറ്റ് ഫാബ്രിക് ഇതെല്ലാം വ്യത്യാസം വന്ന മോഡൽ. 2012 വന്ന മോഡൽ. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. അതെ, ഇൻബിൽറ്റ് സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. ഡോർ പവർ ഉണ്ട്, പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്. ആ ക്ലസ്റ്ററിന്റെ പ്ലാസ്റ്റിക് പോലും എടുത്തിട്ടില്ല. അതെല്ലാം അങ്ങനെ ഇരിപ്പുണ്ട്, നീറ്റ് ഇരിപ്പുണ്ട്. വണ്ടി നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ ചേട്ടാ? പക്ക മെയിൻറ്റെയിൻ. ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ചെറിയൊരു പെയിന്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആവും. ഓക്കെ. പക്ഷേ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 77,000 കിലോമീറ്റർ അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ എങ്ങനെ നമ്മുടെ പ്രൈസ്? ഇത് 1,30,000 കൊടുക്കും. 1,30,000. 2012 സാൻഡ്രോ. അപ്പോൾ വേണമെങ്കിൽ കയറില്ല ലോൺ ഒരു വർഷത്തേക്ക്? ഇത് വന്നിട്ട് നമുക്ക് 1.5 വർഷം എടുക്കാം. 1.5 വർഷം വരെ ഫിനാൻസ് എടുക്കാം. ടാറ്റാ സെസ്റ്റ് 2014. ഡീസൽ അല്ലേ? പെട്രോൾ ആണ്. ഓക്കെ. 2014 കിലോമീറ്റർ വെറും 37,000 കിലോമീറ്റർ കേട്ടോ. ഓക്കെ. ഓണർഷിപ്പോ? സിംഗിൾ ഓണർ. ഓണർഷിപ്പാണ്. ഓക്കെ. കമ്പനി സർവീസിൽ നിൽക്കുന്നു. XT എന്ന് പറഞ്ഞ വേരിയന്റ്, ഏറ്റവും ടോപ്പ് ഉണ്ട്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ടയർ കണ്ടീഷൻ ഒരു 67% ടയർ. ഫ്രണ്ട് 2 പുതിയ ടയർ കിടക്കുന്നത്. ഫ്രണ്ട് പുത്തനുണ്ട്. ഇന്ത്യയിൽ സീറ്റ് ചെയ്തിട്ടുണ്ട്, നീറ്റാണ് കേട്ടോ. അത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, AC ഓട്ടോമാറ്റിക് വരുന്നുണ്ട്, ഫോർഡർ പവറിന്റെ പവർ സ്റ്റിയറിംഗ്, എയർ ബാഗ്, ഡ്യുവൽ എയർ ബാഗ്, ABS, ഇലക്ട്രിക്കൽ മിറർ, സെൻട്രൽ ലോക്ക് എല്ലാം വരുന്നുണ്ട്. സ്റ്റീരിയോ ചില സമയത്ത് ക്ലസ്റ്റർ സ്റ്റീരിയോയുടെ വർക്ക് ആവുന്നില്ല. സ്റ്റീരിയോ വർക്ക് ചെയ്യുന്നതിന് ക്ലസ്റ്റർ വർക്ക് ചെയ്യുന്നില്ല. ചില സമയത്ത് ഡിസ്പ്ലേ ഓൺ ആവുക, ചില സമയത്ത് മാത്രം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ കേട്ടോ. വണ്ടി പക്ക 37,000 കിലോമീറ്ററിൽ ഓടിയിട്ടുള്ളൂ. എല്ലാ ഫീച്ചേഴ്സും ഉള്ള വണ്ടിയല്ലേ. 2014 മോഡൽ സിംഗിൾ ഓണർ. ഓക്കെ. ഇതിന് മൈലേജ് എങ്ങനെയാണ് പെട്രോൾ ആകുമ്പോൾ? 1.2 ലിറ്റർ എഞ്ചിനാണ് ഇപ്പോൾ നിലവിലുണ്ട്. നല്ല മൈലേജ്, അത്യാവശ്യം 14-16 മൈലേജ് ഉള്ള വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 2,15,000 കൊടുക്കാം. 2.15. ഓക്കെ. ഫിനാൻസ് എത്ര കയറും? ഇത് ഫിനാൻസ് 1,75,000 വരെ ഫിനാൻസ് എടുക്കാൻ പറ്റും. നെക്സ്റ്റ് നിസാൻ സണ്ണി. 2014 മോഡൽ. ഓക്കെ. സിംഗിൾ ഓണർ. പെട്രോൾ ആണോ ഡീസൽ ആണോ? പെട്രോൾ ആണ്. CVT ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് കിലോമീറ്റർ 75,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. ഓണർഷിപ്പ്. ഫുൾ കമ്പനി സർവീസ്. 73 ലാസ്റ്റ് സർവീസ് ചെയ്തിരിക്കുന്നു. ഓക്കെ. 4 ബ്രാൻഡ് ന്യൂ ടയർ.
റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒരു ഹെഡ്ലൈറ്റ് ചെറിയ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഹിസ്റ്ററിക്കകത്തുണ്ട്. 4 പുതിയ ടയർ, ഫുൾ കവർ ഇൻഷുറൻസ്, ലൈഫ് ടാക്സ്. അത് അപ്പോഴത്തെ ടയർ നടക്കുന്നാലും ഹെഡ്ലൈറ്റ് ഒന്ന് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് ഈ ഫണ്ടറും റീപ്ലേസ് ചെയ്ത് ഹിസ്റ്ററിക്കകത്തുണ്ട്. ഓക്കെ, വേറെ കാര്യമൊന്നുമില്ല. CVT ടെക്നോളജി ഇല്ല. ഓക്കെ, നിസാൻ സണ്ണി സ്പേഷ്യസ് ആണ്, പറഞ്ഞ കാര്യമില്ല. നല്ല ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ള വെഹിക്കിളാണ്. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് AC, സ്റ്റിയർ മൗണ്ട് കൺട്രോൾസ്, ബോർഡർ പവറിന്റെ പവർ സ്റ്റിയറിംഗ് എല്ലാം ഉണ്ടല്ലോ. പുഷ് ബട്ടൺ, ഡ്യുവൽ എയർ സെൻട്രി, ഡ്യുവൽ എയർ ബാഗ്, ABS എല്ലാം. അത് നിസാൻ തന്നെ ടോപ്പ് എൻ്റെ വെഹിക്കിൾ കേട്ടോ. നിസാൻ ടോപ്പ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ അതിൻ്റെ പ്രൈസ്? ഇത് നമുക്ക് 2,90,000 കൊടുക്കാം. 2,90,000. ഓക്കെ, ഫിനാൻസ് അപ്പോൾ എങ്ങനെ വരും? ഇത് ഡിസ്കണ്ടിന്യൂ മോഡലായിരുന്നു, ഫണ്ടിങ് കുറവായിരിക്കും. 2 lakhs വരെ ഫണ്ടിങ് എടുക്കാൻ പറ്റും. റേഷൻ നെക്സ്റ്റ് നമ്മുടെ ഹ്യുണ്ടായി i10. i10 2016 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്നു. കിലോമീറ്ററോ? 28,000 കിലോമീറ്റർ ഇതുവരെ ഓടിയിട്ടുള്ളൂ. നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട്. എയർ കണ്ടീഷൻ ഒരു ആവറേജ് കണ്ടീഷനാണ്. ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. IRD2 ആണല്ലോ എഞ്ചിൻ. അതെ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, വേരിയന്റ് മാഗ്നയാണ്. അത്യാവശ്യം ഓൺ ടയറുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബോഡിയൊക്കെ നീറ്റാണ്. ചെറിയ മൈനോർ സ്ക്രാച്ചസ് കാര്യങ്ങൾ അവിടെയൊക്കെ ഉണ്ട്. ഇന്റീരിയർ കണ്ടീഷൻ സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ട്, നീറ്റാണ്. സ്റ്റീരിയോ ഇരിപ്പുണ്ട്, ഫോർഡർ പവറിൻ്റെ പവർ സ്റ്റിയറിംഗ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, സെൻട്രൽ ലോക്കും വരുന്നുണ്ട്. സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. ചെറിയ മൈനോർ സ്ക്രാച്ചസ് ഉണ്ട്, ചെറിയ പെയിൻറ്റ് കറിയുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ എങ്ങനെയാണ് എൻ്റെ പ്രൈസ്? ഇത് 2,25,000 2016 വണ്ടി തരാം. 2,25,000. 2,25,000. ഓക്കെ, ഫിനാൻസ് അപ്പോൾ എങ്ങനെ വരും? ഇത് ഓൾമോസ്റ്റ് നമുക്ക് 100% ഫിനാൻസ് എടുക്കാം. അപ്പോൾ നെക്സ്റ്റ് കിയ സെൽറ്റോസ്. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? പെട്രോൾ ആണ്, 2020 മോഡൽ. ഓക്കെ, ഓട്ടോമാറ്റിക് ആണ്. 70 സീറ്റ് അല്ലേ? 70 CT. ഓക്കെ, അതായത് 1.4 70 CT GTX പ്ലസ് ഓട്ടോമാറ്റിക് GT ലൈനിൽ വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ. ട്രിവാൻഡ്രം വെഹിക്കിളാണ്. ട്രിവാൻഡ്രം വണ്ടി സിംഗിൾ ഓണർഷിപ്പിൽ വെക്കുന്നു. ഓക്കെ, അലോയ്സ് വരുന്നുണ്ട്. ടയർ കണ്ടീഷനിൽ ഒരു 80% ടയർ ഉണ്ട്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ കേട്ടോ? കേട്ടില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഓക്കെ, ഇന്ത്യൻ കണ്ടീഷൻ സീറ്റ് ഉണ്ട്, വെൽ മെയിൻറ്റൻ ആണ്. ബോസിന്റെ സിസ്റ്റം ഇരിപ്പുണ്ട്, ഇൻബിൽറ്റ് സ്റ്റീരിയോ, ഫോർഡർ പവറിന്റെ പവർ സ്റ്റിയറിംഗ്, സ്റ്റീം മോഡ് കൺട്രോൾസ്, ഓട്ടോമാറ്റിക് AC, എല്ലാ ഫീച്ചേഴ്സ്, സൺറൂഫ് എല്ലാം വരുന്നുണ്ട്. ഒന്നും പറയാനില്ല. പിന്നെ പക്ഷെ നല്ല കളറോ അല്ലേ? ബ്ലാക്ക് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലിരിക്കുന്നു. അതെ. കീലെസ് എൻട്രി, പുഷ് സ്റ്റാർട്ട് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സൺറൂഫ് അടക്കം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. എല്ലാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രൈസ്? ഇത് 12,25,000 കൊടുക്കാം. 12,25,000. ഓക്കെ, ഫിനാൻസ് ഇപ്പോൾ എങ്ങനെയാണ് ചേട്ടാ? ഇത് ഓൾമോസ്റ്റ് നമുക്ക് ഒരു 1 lakh ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റും. ഓക്കെ.